ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് കിച്ചണിൽ ഇലക്ട്രിക് ചിമ്മിനി നമ്മൾ മേടിക്കാനായിട്ട് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പിന്നെ കിച്ചണിൽ ഇലക്ട്രിക് ചിമ്മിനി ഉപയോഗിക്കുന്നത് എന്തിനാണ്, നമ്മൾ സെക്ഷൻ കൂടുതലുള്ള ചിമ്മിനി മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതുപോലുള്ള കാര്യങ്ങളാണ്, എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കുക. ഞാൻ പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ എന്തിനാണ് ഇലക്ട്രിക് ചിമ്മിനി വെക്കുന്നത്? ഇപ്പോൾ ഒന്നാമത്തെ കേസ്, നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓയിൽ പാർട്ടിക്കിൾസ്, അതായത് ഓയിൽ കുക്കിംഗ്, ഇപ്പോൾ ഫിഷ് ഫ്രൈ, അതുപോലെ നമ്മൾ അച്ചിങ്ങ അതുപോലുള്ള മെഴുക്കുവരട്ടി അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ, ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴോ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴോ അതുപോലുള്ളതൊക്കെ ചെയ്യുമ്പോൾ ഓയിൽ പാർട്ടിക്കിൾസ്, നമ്മുടെ കണ്ണിന് പോലും കാണാൻ പറ്റുന്ന ഓയിൽ പാർട്ടിക്കിൾസ് ഫ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഡോസിലും ഇതുപോലുള്ള ടൈൽസ് ഏരിയയിലും പിടിച്ചിരിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ കിച്ചണും ഈ ടൈൽ ഏരിയയും ഈ ഡോർ ഏരിയയും ഒരു ഓയിലി ഫീൽ ആയിരിക്കും. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട്, അതിപ്പോ ചിമ്മിനി നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത്, ഓയിൽ കുക്കിംഗ് എന്നുള്ള സമയത്ത് ചിമ്മിനി ഓൺ ചെയ്തിടുക. ഫസ്റ്റ് ആ ഓൺ ചെയ്തിടുമ്പോൾ ഓയിൽ പാർട്ടിക്കിൾസ്, അതായത് ഈ ചിമ്മിനി ഓൺ ചെയ്യുമ്പോൾ ഈ ഓയിൽ പാർട്ടിക്കിൾസ് നമ്മുടെ ചിമ്മിനിയുടെ ഓയിൽ ഫിൽട്ടർ എന്ന് പറയുന്ന സ്ഥലത്ത് പിടിച്ചിരിക്കും. അപ്പോൾ ആ ഓയിൽ ഫിൽട്ടർ നമ്മൾ 2 മാസം കൂടുമ്പോൾ ഓയിൽ ഫിൽട്ടർ ക്ലീൻ ചെയ്യണം. ഇപ്പൊ ഫിൽട്ടർലെസ് ആയിട്ടുള്ള ചിമ്മിനി ഇറങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോ ഫിൽട്ടർ ഉള്ള ചിമ്മിനിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോ ഈ ഓയിൽ മയം കിച്ചണിനകത്ത് വരാതിരിക്കാൻ ചിമ്മിനി ഉപയോഗിക്കുന്നത്. പിന്നെ സ്മെല്ല്, നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ മത്തി അഥവാ ചില ഏരിയയിലേക്ക് ചാള ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വറക്കുന്ന സമയത്ത് ഒരു ഗസ്റ്റ് ലിവിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പൊ ആ സ്മെല്ല്, ഓയിൽ പാർട്ടിക്കിൾസ്, ഇതെല്ലാം ചിമ്മിനി വലിച്ച് പുറത്തേക്ക് കളഞ്ഞോളൂ. ആ ഓയിലാണെങ്കിൽ ഇതുപോലെ കളക്ട് ചെയ്ത്, ഇവിടെ ഒരു ഓയിൽ കളക്ടർ ഉണ്ടാവും, ആ ഓയിൽ കളക്ടറിൽ കളക്ട് ചെയ്ത് കിടന്നോളൂ. പിന്നെ ചിമ്മിനി നിങ്ങൾ എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഇപ്പോ 90യുടെ ചിമ്മിനി ഉണ്ട്, 75 ഉണ്ട്, 60 ഉണ്ട്. സത്യം പറഞ്ഞാൽ 90യുടെ ചിമ്മിനി എടുക്കുന്ന 60യുടെ ചിമ്മിനി എടുക്കുന്ന ചിലപ്പോൾ സെക്ഷൻ പവർ, പുറത്തേക്ക് വലിച്ചു കളയുന്ന പവർ 90യുടെ ആയിരിക്കും 60യുടെ ഈക്വൽ ആയിരിക്കും. അപ്പോ 90 മേടിച്ച് അത്യാവശ്യം വലിയൊരു കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ 90യുടെ വലിയ ചിമ്മിനി വെക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ സെക്ഷൻ, ഈ സെക്ഷൻ കൂടുതലുള്ളത് എന്തിനാണ് മേടിക്കുന്നത്? അതായത് ഇപ്പൊ നമ്മുടെ ഈ ചിമ്മിനി, ഇപ്പൊ ഈ ചിമ്മിനിയുടെ ഔട്ട്ലെറ്റ് പോകുന്നത് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് വന്നിട്ട് കുറച്ച് മേളിലേക്ക് പോയിട്ട് പുറത്തേക്ക് പോവുക. അപ്പൊ ആ ചിമ്മിനി അതിന് വേണ്ടിയിട്ട് നമ്മൾ സെക്ഷൻ ഒരു 1200 ആ സെക്ഷനുള്ള ചിമ്മിനി മേടിച്ചാൽ മതി. കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് ബെൻഡ് ചെയ്തിട്ട് പിന്നെ മേളിൽ ബെൻഡ് ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്നത് കൊണ്ടാണ് ഈ 1200 സെക്ഷനുള്ള ചിമ്മിനി മേടിക്കാൻ. പിന്നെ നേരെ പുറത്തേക്ക് വിടുന്ന ചിമ്മിനി ആണെന്നുണ്ടെങ്കിൽ 1000ന് താഴെ വന്നാൽ, അതായത് ചിമ്മിനിയുടെ പൈപ്പ് നേരെ പുറത്തേക്ക് വിടുന്ന ആണെന്നുണ്ടെങ്കിൽ 1000ൽ താഴെയുള്ള ചിമ്മിനി, സെക്ഷൻ പവർ 1000ന് താഴെയുള്ള ചിമ്മിനി മേടിച്ചാൽ മതി. അത് ചിലവര് അതിന് വേണ്ടിയിട്ട് സെക്ഷൻ കൂടുതലുള്ള ചിമ്മിനി മേടിക്കും. പക്ഷെ അപ്പൊ സെക്ഷൻ കൂടുതലുള്ള ചിമ്മിനി മേടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സൗണ്ടിന്റെ ഡെസിബിള്. ഇപ്പോ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന ലേഡീസിന് അറിയാൻ പറ്റും, നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിമ്മിനിയുടെ സൗണ്ട് കാരണം നമ്മൾ കഴിവതും ചിമ്മിനി ഓണാക്കില്ല. അപ്പൊ ഈ ഓണം അതുപോലെയുള്ള ഫെസ്റ്റിവലിൽ ഓഫറിൽ ഇട്ടിരിക്കുന്ന ചിമ്മിനികൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന് സൗണ്ടിന്റെ ഡെസിബിൾ, അതായത് കുക്ക് ചെയ്യണ സമയത്ത് സൗണ്ട് കൂടുതലുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. കാരണം അങ്ങനെ മേടിച്ചോട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുക്ക് ചെയ്യണ സമയത്ത് ഈ ചിമ്മിനിയുടെ സൗണ്ട് കാരണം നിങ്ങൾ കുക്ക് ചെയ്യാതെ വരും. ഇപ്പൊ കുക്ക് ചെയ്യുമ്പോൾ ചിമ്മിനി ഓൺ ചെയ്യാതെ വരും. ഇപ്പൊ ഫിൽട്ടറുള്ള, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഫിൽട്ടർലെസ് ചിമ്മിനി അപൂർവം ചിമ്മിനികൾ ബ്രാൻഡുകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എല്ലാ കമ്പനികൾക്കും ഫിൽട്ടർലെസ് ഉണ്ട്. അപ്പൊ നേരത്തെ ഫിൽട്ടറുള്ള ചിമ്മിനികളിൽ ഞാൻ ചില സൈറ്റുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ക്ലയന്റ് പറയാറുണ്ട്, എന്റെ ചിമ്മിനിക്ക് ഭയങ്കര സൗണ്ടാണ്. അതിന്റെ മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ കുക്ക് ചെയ്യണ സമയത്ത് ഓയിൽ പാർട്ടിക്കിൾസ് തിക്കറായി, അതായത് കട്ടിയായിട്ടായിരിക്കും കുക്ക് ചെയ്യുന്നത് ഫ്ലൈ ചെയ്ത് നമ്മുടെ ചിമ്മിനിയുടെ ഫിൽട്ടറിലൊക്കെ പിടിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഫിൽട്ടർ നമ്മൾ ക്ലീൻ ചെയ്യാതെ വരുമ്പോഴത്തേക്ക് ഈ സെക്ഷൻ വലിക്കാൻ പറ്റാതെ ബ്ലോക്ക് ആയി പോകും. ഈ നമ്മുടെ ഫിൽട്ടർ, നേരത്തെ അലൂമിനിയം ഫിൽട്ടർ ഉണ്ട്, ബാഫിൾ ഫിൽട്ടർ ഉണ്ട്, ഈ ഫിൽട്ടേഴ്സിലൊക്കെ ഓയിൽ കളക്ട് ചെയ്ത് കിടന്നിട്ട് ബ്ലോക്ക് ആയി കഴിയുമ്പോൾ
സ്മെല്ല് വലിക്കാൻ പറ്റാതെ വലിക്കാൻ പറ്റാതെ ബ്ലോക്ക് ആയി നിൽക്കും. അപ്പോൾ ഫിൽട്ടറുള്ള പഴയ ചിമ്മിനി ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുറഞ്ഞതൊരു ഓയിൽ കുക്കിംഗ് കൂടുതലുണ്ടെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോൾ ഒരു ചൂടുവെള്ളത്തിലിട്ട് സോപ്പ് പൊടി എന്തെങ്കിലും വെച്ചൊന്ന് സ്ക്രബ്ബറൊക്കെ വെച്ചൊന്ന് കഴുകി രണ്ടാമത് ഇത് വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ടും കുറയും, പിന്നെ സെക്ഷൻ വലിച്ചു കളയുന്ന പവർ പഴയതുപോലെ തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ ഫിൽട്ടർലെസ് ചിമ്മിനിക്ക് ഈ ഫിൽട്ടർ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കുക്ക് ചെയ്യണം, ഓയിൽ കുക്കിംഗ് കൂടുതലുള്ള സമയത്ത് ചിമ്മിനി ഓൺ ചെയ്ത് ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. അതായത് പുറത്തേക്ക് വിടുന്ന ചിമ്മിനി അത് പുറത്തേക്ക് പൈപ്പ് നേരെ പുറത്തേക്ക് വിടാനാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ കൂടുതലുള്ള മേടിക്കണ്ട. നിങ്ങൾക്ക് കുറെ ബെൻഡ് ചെയ്തൊക്കെ വിടാനുണ്ടെങ്കിൽ മാത്രം സെക്ഷൻ കൂടുതലുള്ള മേടിച്ചാൽ മതി. നേരെ പുറത്തേക്ക് വിടാനാണെങ്കിൽ 1000-ന് താഴെ ആയാലും 1000 ആയാലും മതി. കൂടുതൽ സെക്ഷൻ പവർ വരുമ്പോഴത്തേക്ക് ഇപ്പോ ഒന്നാമത്തെ കേസ് നമ്മുടെ കിച്ചണിനകത്തുള്ള പുറത്തുനിന്ന് വരുന്ന പൊടി വരെ ഈ ചിമ്മിനി ചിലപ്പോൾ സെക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ കിച്ചണും ഫുൾ ഒരു ഡസ്റ്റി ഫീൽ ആയിട്ട് ഫീൽ ചെയ്യും, സെക്ഷൻ കൂടുതലുള്ളതാണ്. പിന്നെ സൗണ്ടും, അതായത് ചിമ്മിനിയിലെ സൗണ്ടും കൂടുതലുണ്ടോ എന്ന് സെക്ഷൻ കൂടുതലുള്ള ചിമ്മിനി മേടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും സൈലന്റ് ആയിട്ടുള്ളതും എന്താ പറയാ വലിയ സൗണ്ട് ഇല്ലാതെ സൈലന്റ് ആയിട്ടുള്ള ചിമ്മിനി കഴിവതും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. സെക്ഷൻ ഇപ്പൊ ഉണ്ടെങ്കിൽ തന്നെ സൗണ്ട് കുറവുള്ള ചിമ്മിനി മേടിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഞാനിപ്പോ ചിമ്മിനിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചിമ്മിനി ഉപയോഗിച്ചിട്ട് സൗണ്ട് കാരണം ഓഫ് ചെയ്തിടുന്ന, അതായത് ചിമ്മിനി ഉപയോഗിക്കുന്ന സമയത്ത് ഭയങ്കര സൗണ്ട് കാരണം ഓഫ് ചെയ്തിടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ അടിയിൽ കമന്റ് ചെയ്യാം. കാരണം അത് മാറ്റാനായിട്ടുള്ള ഒരു രീതിയും കൂടി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറെ കമന്റ്സും വേണം. താങ്ക് യു വെരി മച്ച്.